സംഘടിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ പ്രോഗ്രാം മന്ത്രി VN വാസവൻ അവറുകളായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട രാജീവ് അബ്രഹാം MLA സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. 2500 പേരാണ് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തത്. 1000 കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായ വിതരണമായിരുന്നു അവിടെ നടത്തപ്പെട്ടത്. പക്ഷേ 2500ഓളം ആളുകൾ അവിടെ സംഘടിച്ചു. അതുകൊണ്ട് 1000 കുട്ടികൾ കഴിഞ്ഞ് പിന്നെ ബാക്കി ഞങ്ങൾക്ക് വീടുകളിൽ കൊണ്ട് ലിസ്റ്റ് എടുത്ത് എത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ വാർഡിലെ കളികൾ മനുഷ്യർക്ക് പ്രയോജനമുണ്ട്. ഇന്ന് സൈക്കോളജിസ്റ്റായിട്ട് നമ്മുടെ സാറ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വലിയ പ്രോഗ്രാമാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ് മാതാപിതാക്കളുടെ ശിക്ഷണം എന്ന് പറഞ്ഞ ക്ലാസ്, ഒരു ക്ലാസ്സിന് 15,000 രൂപ മുടക്കുള്ള ക്ലാസ്സാണ്. പക്ഷെ സൗജന്യമായിട്ട് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് MLAക്ക് വളരെ തിരക്കുള്ളതുകൊണ്ട് ഉദ്ഘാടനത്തിനായിട്ട് MLA എന്നോട് പറഞ്ഞു വളരെ തിരക്കാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഉദ്ഘാടനത്തിനായിട്ട് ക്ഷണിക്കുന്നു. താങ്ക് യു. പ്രിയമുള്ളവരെ, എല്ലാ വർഷവും നമ്മുടെ സ്കൂള് തുറക്കുന്നതിന് മുൻപ് തന്നെ ഓസോട്ടി പാസ്റ്ററുടെ നന്മ നിറഞ്ഞ പരിപാടി കഴിഞ്ഞ ദിവസമാണ് പാസ്റ്ററിനെ വിളിച്ചത്. ഇത്തവണ കഴിഞ്ഞ വർഷത്തെ നമ്പറിനെ കടത്തിവെട്ടും എന്നാണ് പാസ്റ്ററുടെ മുന്നൊരുക്കം സൂചിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ ഇവിടെ അനി സുരേഷിൻ്റെ വാർഡിൽ വലിയ പരിപാടിയായി. ഇനിയിപ്പോൾ PJT പരിപാടി CMS സ്കൂളിൽ തന്നെ വലിയൊരു പരിപാടി സംഘടിപ്പിക്കാൻ തുടങ്ങുന്നു. ചെറുകുളഞ്ഞിയിൽ മറ്റൊരു പരിപാടി. ഇപ്പോൾ നാട് നീളം പരിപാടികളാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവപുത്രനാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയ അത്ഭുതങ്ങൾ അദ്ദേഹത്തിന് കാണിക്കാൻ കഴിയില്ല. മാവച്ചാനെ പോലെയുള്ള നന്മ നിറഞ്ഞ മനുഷ്യർ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഒട്ടേറെ സ്പോൺസർമാർ അവരൊക്കെ വിശ്വസിച്ചാണ് തോമസ് കുട്ടി പാസ്റ്ററെ ഇത്തരം പരിപാടികളെ ഏൽപ്പിക്കുന്നത്. ഇവിടെ കല്ലട ഐ കെയർ സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ ഒരു കണ്ണു പരിശോധന ക്യാമ്പും ഇതിനോട് അനുബന്ധിച്ച് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ വാർഡിലെ എല്ലാ വീട്ടിലെയും കുട്ടികൾ ജാതി മത ഭേദമന്യേ എല്ലാ വ്യത്യാസങ്ങളും മറന്ന് എല്ലാ കുട്ടികൾക്കുമാണ് പ്രിയപ്പെട്ട മെമ്പർ അനി സുരേഷ് ഈ പരിപാടി നിർദ്ദേശിച്ചത്. നമ്മുടെ വാർഡിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ് അനി സുരേഷ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും CMS LP സ്കൂൾ ഞാൻ പഠിച്ച സ്കൂൾ കൂടിയാണ്. പ്രിയപ്പെട്ട HM ഇവിടെയുണ്ട്. ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ഇത്തരം ഒരു പരിപാടിക്ക് നമ്മുടെ സ്കൂൾ വിട്ടു നൽകി. സ്കൂൾ മാനേജ്മെൻറ്റിനെയും HMനെയും അധ്യാപകരെയും ഞാൻ ആത്മാർത്ഥമായി ഈ സന്ദർഭത്തിൽ അനുമോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരുന്ന നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങളാണോ നമുക്ക് ചെയ്യാൻ കഴിയുക അതെല്ലാം നമുക്ക് ചെയ്യണം. വിദ്യാഭ്യാസമാണ് നമ്മുടെ നാടിനെ ഒരു പുതിയ തലത്തിലേക്ക് എത്തിച്ചത്. നമ്മുടെ സ്കൂളുകളിൽ പഠിച്ച കുട്ടികൾ നഴ്സിങ്ങും എൻജിനീയറിങ്ങും ലാബും ഒക്കെ പഠിച്ച് വിദേശ രാജ്യങ്ങളിലും സ്വദേശത്തുമെല്ലാം പോയി നമ്മുടെ കുടുംബങ്ങളെ ഭദ്രമാക്കി എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുപോലെയുള്ള നല്ല സൽപ്രവർത്തികൾക്ക് കഴിയും. തോമസ് കുട്ടി പാസ്റ്ററുടെ കരങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ശക്തി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കനായ OH അടക്കം ഈ വേദിയിലുണ്ട്. മറ്റ് പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികളൊക്കെയുണ്ട്. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമ്മുടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ 100 കുട്ടികൾക്കുള്ള കൊടയും 10 ബുക്കും, ഒരു കുട്ടിക്ക് 10 ബുക്ക് 100 കൊട നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പറെ ബഹുമാന്യനായ രാജു ഏബ്രഹാം മുൻ MLA എന്നൊന്നും പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങൾക്ക് എന്നും ഞങ്ങളുടെ MLA ആയിട്ടാണ്. അപ്പോൾ ഇപ്പം ഏൽപ്പിക്കുകയാണ്. ഒന്ന് എഴുന്നേറ്റ് ബാക്കിയുള്ളതൊന്നും എഴുന്നേറ്റ് അച്ഛൻ ഉൾപ്പെടെ ദയവായിട്ട് ഏറ്റവും വലിയ കട ഇത് ഇവിടെ കൊണ്ട് തുടങ്ങിയ
അങ്ങനെയല്ല. ഞങ്ങൾ ഈ നാട് മുഴുവൻ ഈ സ്കൂൾ തുറന്നാലും ഒരു 15 ദിവസത്തേക്ക് ഞങ്ങൾ ഈ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കും. നല്ല കലക്കൻ കൊടയാണ് കേട്ടോ. ഇനി ഒരു പടമോ 1 or 2 പടം എടുത്തു, കുഴപ്പമില്ല. ഇപ്പം മഴയില്ലെങ്കിലും കുട ചൂടി നിൽക്കുന്ന ഒരു അനുഭവമാണ്. മഴ എല്ലാം പുറകിൽ ഈ മാമച്ചാന്റെ ഒരു അനുഗ്രഹീതമായ കരകളുണ്ട്. തുടർന്ന് നമുക്ക് ഡോക്ടർ സൈക്കോളജിസ്റ്റും കൂടി ആയിരിക്കുന്ന അഗാപ്പയുടെ ഡയറക്ടർ ഒരു ചെറിയ നിമിഷം ക്ലാസ് നയിക്കും. അതിനുശേഷം ബാക്കിയുള്ളവർക്ക് ആശംസ പ്രസംഗങ്ങൾക്കുള്ള സമയമുണ്ട്. അതിമനോഹരമായ ക്ലാസ്സിനായിട്ട് സാറിനെ ക്ഷണിക്കുന്നു. ഇത് ടെലിവിഷൻ ചാനലിൽ ട്രംപറ്റ് ടെലിവിഷൻ ചാനൽ 40 ലക്ഷം കണക്ഷനുള്ള ട്രംപറ്റ് ടെലിവിഷൻ സാറിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. അതിനായിട്ട് സാറിനെ ആദരണീയനായ തോമസ് പാസ്റ്റർ, ഇന്നത്തെ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നമ്മുടെ മുൻ എംഎൽഎയുമായിരിക്കുന്ന രാജഗോപാൽ സാർ, റോയിയച്ചൻ, മറ്റ് സ്നേഹമുള്ള വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, സ്നേഹമുള്ള മാതാപിതാക്കൾ, ഞാനൊരു വളരെ പ്രിയപ്പെട്ട ഒരാളുടെ മരണ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്കാണ് കേട്ടോ വന്നത്. തിരിച്ചുപോയി ശുശ്രൂഷ അവസാനിപ്പിക്കണം. അതുകൊണ്ട് വളരെ അത്യാവശ്യമായിട്ട് ചില നിമിഷങ്ങൾ മാത്രം ചെലവഴിച്ചിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. എന്നോട് പറഞ്ഞത് ഈ കുട്ടികളും മാതാപിതാക്കൾ എങ്ങനെ ശിക്ഷണം നൽകണം എന്നതിനെ കുറിച്ച് സംഘടനയുടെ ചുമതല വഹിക്കുന്ന തോമസ് പാസ്റ്റർ കുറച്ച് നാളുകളായി സ്കൂൾ തുറക്കുന്ന സമയത്ത് പല ഭാഗങ്ങളിലും പുസ്തകങ്ങളും കുടകളും വിതരണം ചെയ്യാറുണ്ട്. ഈ ചെറിയ മനുഷ്യനെ കൊണ്ട് ഈ വലിയ കാര്യം എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അത്ഭുത പ്രതിഭയാണ് തോമസ് കുട്ടി എന്ന് ഈ അടുത്ത സമയത്താണ് എനിക്ക് കുറെ കൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു ജ്യേഷ്ഠന്റെ മോളെ ആ കെട്ടിയിരിക്കുന്നതിൽ തന്നെയും ഇത്രമാത്രം കഴിവുകളും ഒക്കെയുള്ള ഒരു വ്യക്തിയാണെന്ന് ഈ അടുത്ത കാലത്തായിട്ട് മീഡിയ നോക്കുന്ന സമയത്ത് ഫേസ്ബുക്കിലും ഒക്കെ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. നല്ല കാര്യങ്ങൾ ചെയ്തെടുക്കുവാനൊക്കെ വേണം. ദൈവത്തിൻ്റെ സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാനൊക്കെ വേണം. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനന്ത ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കുമെന്നുള്ള വാക്യമനുസരിച്ച് എളിയവരോട് കരുണ തോന്നി സ്കൂൾ തുറക്കുന്ന സമയത്ത് മാതാപിതാക്കൾ അനുഭവിക്കുന്നതായ വേദനകളും ദുഃഖങ്ങളും മനസ്സിലാക്കിയിട്ട് അത് കണ്ട് അറിഞ്ഞ് പ്രവർത്തിക്കുവാനൊക്കെ വേണം. തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് തോർക്കുമ്പോൾ തോമസ് പാസ്റ്റർ നല്ല കാര്യത്തെ പ്രകീർത്തിക്കുകയാണ്. ആദ്യം രംഗത്തിറങ്ങിയത് കടുത്ത ചൂട് അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് റാന്നിയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം എത്തിക്കുന്ന ജോലിയായിരുന്നു. അതിപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുത്ത് വലിയ ജലനിധിയും മറ്റു പരിപാടികളുമായി കഴിയുമ്പോൾ വെള്ളം റാന്നിയിൽ സുഭിക്ഷമാണ്. അതിനു മുമ്പ് ഞാനും മാമൻ സാറും ഞങ്ങളെല്ലാവരും കൂടെ ഈ റാന്നിയുടെ എല്ലാ മലകളിലും, റാന്നി എന്ന് പറയുമ്പോൾ വടശ്ശേരിക്കൽ ഉൾപ്പെടെ ഉള്ള മലഭാഗത്തുള്ള വീടുകളിലൊക്കെ വെള്ളം എത്തിക്കുന്ന ഒരു രീതിയായിരുന്നു ആദ്യകാലങ്ങളിൽ തുടങ്ങി. അത് കഴിഞ്ഞ് വിദ്യാഭ്യാസമായി, രോഗികളായി, അത് കഴിഞ്ഞ് കരികുളത്തുള്ള അതായത് പറവ അല്ലേ, ആകാശപ്പറവയിലെ അവിടെ പോയി അവരെ ശുശ്രൂഷിക്കുക, ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ട്. ഇതിനെല്ലാം പ്രതിഫലം ദൈവം സ്വർഗത്തിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ ലോകത്തിലും അതിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുടെ പേര്, നന്മ പ്രവർത്തിക്കുന്നവരുടെ പേര് എന്നും നിലനിൽക്കും. തോമസ് പാസ്റ്ററുടെ പേര് എന്നും നല്ല നിലയിൽ ഉയർന്നു ശോഭിപ്പാനൊക്കെ വേണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെളിനാട്ടിൽ ജനിച്ചെങ്കിലും ആ ദേശത്തുള്ളതിനേക്കാൾ കൂടുതൽ റാന്നി ദേശത്തോട് സ്നേഹം തോന്നി ഇവിടെ വന്ന് താമസിക്കുകയും ഇവിടെയുള്ള അശരണരായ എല്ലാ ആളുകളും, ഒരു കൂട്ടരെ മാത്രമല്ല, ഒരു സഭക്കാരെ മാത്രമല്ല, ഒരു മതക്കാരെ മാത്രമല്ല, എല്ലാവരെയും സഹായിക്കുവാനൊക്കെ വേണം ഇടയായിരിക്കുന്ന നല്ല മനസ്സിലേക്ക് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇത് സംബന്ധിച്ചിട്ട് നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സാറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നതുകൊണ്ട്
ഞാൻ ഇനിയും കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്നൊന്നും പറയാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഏറ്റവും ആദരണീയനായ കോറപ്പിസ്കോപ്പ അച്ഛനോട് പ്രത്യേകം നന്ദി പറയുകയാണ്. തുടർന്നും ഞങ്ങളുടെ ഇതുപോലുള്ള ചെറിയ ചെറിയ സംരംഭങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പറയുന്നു. ഇപ്പോൾ ഡോക്ടർ എ വർഗീസ് സാറ് 2 വാക്ക് പറഞ്ഞ ശേഷം മാമച്ചാൻ്റെ ഒരു മനോഹരമായ പാട്ടും അതിനുശേഷം അവസാനമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മെമ്പറും സംസാരിച്ച് പെട്ടെന്ന് അവസാനിക്കും. നമുക്കിനി മുൻപോട്ട് അധികം പോകത്തില്ല. നിങ്ങളുടെ എല്ലാം നിങ്ങൾക്കെല്ലാം ഇവിടെ തരും. അതുകൂടാതെ മെമ്പറുടെ വീട്ടിൽ ചെന്നാൽ നിങ്ങൾക്ക് ആവശ്യത്തിലുള്ള ബുക്ക്, കൊട എല്ലാം നൽകും. നല്ല ഹൃദയമുള്ള ഒരു മെമ്പറാണ് നമ്മുടെ അനീസ് സുരേഷ്. അനീസ് സുരേഷ് ആളുകളെല്ലാം എന്നോട് പറയുകയാണ്, പാസ്റ്റർ നമുക്ക് എങ്ങനെയാ ഒരു 2-3 വീട്ടുകാരുടെ പ്രശ്നമുണ്ടല്ലോ. ഞാൻ പറയും പേടിക്കണം, നമുക്ക് പരിപാടി ഒപ്പിക്കാം. തഞ്ചപ്പെട്ട് നിന്നാൽ പരിപാടികളൊക്കെ നമുക്ക് റെഡിയാക്കാം. നമ്മുടെ ഈ നാട്ടിൽ വലിയ വികസനങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. പുള്ളിക്കാരത്തേക്ക് പാറയിൽ കുറച്ച് ആളുകളുണ്ട്. അവരുടെ ഉദാഹരണം ഒരുപാട് കാര്യങ്ങളാണ്. മെഡിക്കൽ നമ്മളൊന്നും പേടിക്കേണ്ട, ഏത് പാർട്ടി വന്നാലും നമ്മുടെ പാർട്ടിയാണ്. അന്നേരം നമ്മുടെ പാർട്ടി മാറുക. മെഡിക്കൽ ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് എല്ലാ സഹായങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ ക്രമീകരിക്കുക അതെല്ലാം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാനായിട്ടൊക്കും. നല്ല നല്ല പരിപാടികൾ കൂടുതൽ സംഘടിപ്പിക്കാൻ അനീസ് സുരേഷിനെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഡോക്ടർ എ വർഗീസ് ചെറിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ വേദിയിലായിരിക്കുന്ന എല്ലാ ആദരണീയരായ അതിഥികളെയും ഇരിക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ്. വേൾഡ് ലിറ്ററേച്ചർ ഫോറം എന്ന് പറയുന്ന സംഘടന 6-7 വർഷം മുമ്പാണ് കൊറോണ കാലത്താണ് ഫോം ചെയ്യുന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് 4 കോടി രൂപയുടെ സഹായമാണ് ഈ കൊറോണ കാലത്ത് അതിനുശേഷം നമ്മുടെ കയ്യിൽ നല്ലവരായ ആളുകൾ സഹായിച്ച് ചെയ്യുന്ന. കൊറോണ കാലത്ത് 30,000 മാസ്കുകൾ, അതുകൂടാതെ ഈ കോളനികളിലെ ഭക്ഷണം ലോഡ് കണക്കിന് കൊണ്ടുപോയി കൊടുക്കാനുള്ള ഞങ്ങൾക്കിടയായത്. നമ്മൾ ഒരുമിച്ച് സഹകരിച്ചാൽ നമുക്ക് നേടാൻ കഴിയാത്ത ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് നേടാൻ സാധിക്കും. അതുപോലെ എല്ലാ വർഷവും കുടിവെള്ളം റാന്നിയുടെ ഒരു വലിയ പ്രശ്നമാണ്. 100 കണക്കിന് കോളനികളിൽ 100 കണക്കിന് സ്ഥലത്ത് കുടിവെള്ളം എത്തിക്കുവാൻ വേൾഡ് ലിറ്ററേച്ചർ ഫോറത്തിന്റെ കേരളത്തിൽ സാധിച്ചിട്ടുണ്ട്. വലിയ സംഘടനകൾ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ വേൾഡ് ലിറ്ററേച്ചർ ഫോറം ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ നിങ്ങളുടെ ഏറ്റവും ശക്തരായ ഞങ്ങൾക്ക് പിന്തുണ നൽകിയ പ്രിയ മാമച്ചായന്, അതുപോലെ തന്നെ നല്ല ഹൃദയമുള്ളതായ നാട്ടുകാരെ ആളുകൾ, അവരെല്ലാവരും യോഗത്തിൽ ഞാൻ ഇവിടുത്തെ സ്തുതിക്കുന്നു. ഈ പാഠപുസ്തക വിതരണം വർഷങ്ങളായിട്ട് നടത്തുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല. കഴിഞ്ഞ വർഷം 1000 കുട്ടികൾക്കാണ് മന്ത്രി എൻ വാസവൻ വന്ന് ഉദ്ഘാടനം ചെയ്ത പ്രോഗ്രാമിൽ കൊടുത്തത്. അവിടെ കൊടുത്ത് വിളിക്കാത്തവര് ഒരുപാട് പേര് വന്നു. അവരെ ആരെ നിരാശപ്പെട്ടിട്ടില്ല. വീടുകളിൽ കൊണ്ട് അവസാനം തികയാതെ വന്നപ്പോഴത്തേക്ക് വീടുകളിൽ കൊണ്ട് പഠന കിറ്റുകൾ കൊടുക്കാനിടയായിട്ടുണ്ട്. ഇവിടെയും ഇനി ആരുണ്ടെങ്കിലും പാഠപുസ്തകങ്ങളോ ലഭ്യമാകാത്ത ആരെങ്കിലും കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിങ്ങളുടെ പരിസരത്ത് ഉണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിക്കാൻ അവർക്ക് നോട്ട് ബുക്കുകൾ, അതുപോലുള്ള അത്യാവശ്യമുള്ള പഠന കിറ്റുകളെല്ലാം എത്തിച്ചു കൊടുക്കുക. കുടയില്ലാതെ നനഞ്ഞ് നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകാൻ ഇടയായത് വീടുകളിൽ അതൊക്കെ വലിയ വിഷയമാണ്. അപ്പൊ അവരെ നമ്മൾ കണ്ടെത്തുക. ആവശ്യത്തിലിരിക്കുന്ന ആളുകളെ കണ്ടെത്തി അവർ ഏത് രീതിയിൽ സഹകരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. എന്നെ കൊണ്ട് ഗുണം കൊടുക്കാനത്തില്ലെങ്കിൽ അടുക്കള ചൂണ്ടിക്കാണിക്കാൻ നമ്മളല്ല. ആ രീതിയിൽ നന്മകൾ തുറന്നു കൊടുക്കുന്ന കാണിച്ചു കൊടുക്കുന്നതിനായിട്ട് വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ കണ്ടുപരിശോധന ക്യാമ്പ് നടക്കുന്നുണ്ട്. ഒരു വലിയ സ്ഥാപനത്തിന്റെ കേരളത്തിലാണ്. അതിൽ നിങ്ങൾ കടന്നു വന്നൊരു ആവശ്യക്കാരെല്ലാവരും പോയി പങ്കെടുക്കണം. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടില്ലാത്ത ഇനി ആരെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ, പേരൻസ് ഉണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളെ പള്ളി കൊടുത്ത് വിടുന്നവരുണ്ടെങ്കിൽ അവരെയും മുന്നോട്ട് കൊണ്ടുവന്നാൽ അവർക്കും ഈ പഠന സഹായങ്ങൾ വിതരണം ചെയ്യാൻ സാധിക്കും. എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് സർവശക്തനായ ദൈവം
നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ നല്ല പ്രവർത്തനം ചെയ്യുന്ന മാസ്റ്റർ തോമസ് കുട്ടി കുഞ്ഞൂസ് അവർ, അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന് ദേശീയ പ്രസിഡന്റ് നേതൃത്വം നൽകുന്ന തോമസ് കുട്ടി കുഞ്ഞൂസിന്റെ ബഹുമാനപ്പെട്ട കോറപ്പിസ്കോപ്പ ഓർപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ നല്ല വശങ്ങൾ വളരെ ലേറ്റായിട്ട് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ ലേറ്റായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ആദ്യം ബൈബിൾ വിവാദമുണ്ട്, ആദ്യം കളവാണ്, നുണയാണ് പ്രചരിക്കുന്നത്. സത്യം എന്ന് പറയുന്നത് വളരെ സാവധാനം നടന്നെത്തുകയുള്ളൂ. അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് ധാരണകൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നല്ല ധാരണകൾ വളരെ ലേറ്റായിട്ടാണെങ്കിലും റാന്നി സ്വദേശികളായ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നതും ബഹുമാന്യനായ കോർപ്പിസ്കോപ്പ ഇവിടെ ഓർപ്പിച്ചതുപോലെ നല്ല വശങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ എപ്പോഴും നമ്മൾ എൻകറേജ് ചെയ്യണം. അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹത്തിന് എന്നെ കാണുമ്പോൾ പറയും, നമുക്ക് അവിടെ കൊണ്ടു കൊടുക്കണം കുറച്ച് പുസ്തകങ്ങൾ. ഇപ്പൊ ഈ ദിവസങ്ങളെല്ലാം പാഠപുസ്തകം വിതരണം ചെയ്യും. ഇതിന്റെ ഫണ്ട് എവിടെ നിന്ന് വരുന്നപോലും നമുക്കറിയത്തില്ല. ഒരുപാട് നല്ലവരായ ആളുകൾ ഇതിനെ സഹകരിക്കാനും സഹായിക്കാനും മുന്നോട്ട്, നമ്മളൊരു കാര്യമായിട്ട് മുന്നോട്ടിറങ്ങിയാൽ ഫണ്ട് ഒരു പ്രശ്നമല്ല. ഫണ്ട് ഒരിക്കലും ഒരു പ്രശ്നമല്ല. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പരിസരങ്ങളിൽ അവശരായിരിക്കുന്ന ആളുകളെ ഏത് രീതിയിലും അവരെ, അതായത് ടച്ചിങ് ദ സോൾ, നമ്മുടെ ആത്മാവിനെ തൊട്ടുണർത്തി, നമ്മുടെ സമൂഹത്തിന്റെ ആത്മാവിനെ തൊട്ടുണർത്തണം. പകയും കുശുമ്പും അസൂയയും ഇങ്ങനെ വിദ്വേഷമൊന്നും വെച്ചുകൊണ്ട് നടക്കാതെ ആത്മാവിനെ സ്പർശിക്കുക. വ്യക്തികളുടെ, സമൂഹത്തിന്റെ ടച്ച് സോൾ ഓഫ് ദ കമ്മ്യൂണിറ്റി, ആത്മാവിൽ തൊട്ടറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ അവരെ സ്നേഹിച്ച് കുറ്റങ്ങൾ, നുണകൾ പ്രചരിപ്പിക്കാതെ നല്ല വശങ്ങൾ മാത്രം പ്രചരിപ്പിച്ച് അതിന് പ്രമോഷൻ കൊടുത്ത് അന്യനെ സ്നേഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ച പാഠം. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും ലവ് യുവർ നൈബർ ആസ് യു ലവ് യുവർസെൽഫ്. നമ്മളെ സ്നേഹിക്കുന്നത് എങ്ങനെ സ്നേഹിക്കുന്നത് അതുപോലെ നമ്മുടെ അയൽവാസികളെ സ്നേഹിക്കാൻ, അവരെ ഉൾക്കൊള്ളാനൊക്കെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു. ശ്രുതിമധുരമായ ഒരു ഗാനം നമ്മുടെ മാമച്ചാൻ ഇരുന്നു കൊണ്ട് തന്നെ പാടും. ചാരിറ്റി പ്രവർത്തനമാണ്, അതുകൊണ്ടാണ്. ഇടയ കന്യകേ പോകനീ ഈ അനന്തമാം ജീവിത വീതി ഇടരാതെ കാലിടരാതെ. 1 2 3 ഇടയ കന്യകേ പോകനീ ഈ അനന്തമാം ജീവിത വീതി ഇടരാതെ കാലിടരാതെ. ഇടയ കന്യകേ പോവുക നീ കണ്ണുകളാലെ അന്വേഷിപ്പൂ ദൂരെ. കണ്ണുകളാലെ അന്വേഷിപ്പൂ ദൂരെ. കണ്ടെത്തും നീ മനുഷ്യപുത്രനെ ഇന്നല്ലെങ്കിൽ നാളെ. കണ്ടെത്തും നീ മനുഷ്യപുത്രനെ ഇന്നല്ലെങ്കിൽ നാളെ. ഇടയ കന്യകേ